വിഴിഞ്ഞം തുറമുഖം എന്നത് കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി തന്നെയാണ് ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയെ അത് കേന്ദ്ര പദ്ധതിയാക്കുകയും അതിൽ കൂടുതൽ നിക്ഷേപ സാധ്യതകളും ഒപ്പം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒരുപോലെയുള്ള വളർച്ചയ്ക്കായിട്ടുള്ള പലതരത്തിലുള്ള വികസന കുതിപ്പും അവിടെ ഉണ്ടാക്കാനായി ശ്രമിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്ത് അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത് പോലും കേരള സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണർത്തിയതാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം അതിൽ കൃത്യമായി തന്നെ വിഴിഞ്ഞം തുറമുഖം എന്നത് ഒരു സംസ്ഥാന പദ്ധതിയായി ഒരിക്കലും നോക്കിക്കാണരുത്, അത് രാജ്യത്തിന്റെ പദ്ധതി അല്ല എന്നും മറിച്ച് അത് ലോകത്തിന്റെ പദ്ധതിയായി തന്നെ മാറാൻ പോവുകയാണ്. അതിന്റെ ഗുണഫലം ഉണ്ടാക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങൾ തന്നെയായിരിക്കും. ലോകത്തിന്റെ തുറമുഖമായി ഇനി ഭാവിയിൽ അത് അറിയപ്പെടുകയും ചെയ്യും. അങ്ങനെ വന്നാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കേന്ദ്ര സർക്കാരിലേക്കും കേന്ദ്ര സർക്കാരിൽ അംഗമായിരിക്കുന്ന സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയിലേക്കും എത്തിച്ചേരുമെന്നും കേരളത്തിൽ അക്കൗണ്ടുകൾ തുറക്കാനുള്ള സാധ്യത ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുകൂടി തിരിച്ചറിയുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ പദ്ധതികളുടെ വേഗത്തിനും വികസനത്തിനും വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയെയും കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ തന്നെ അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ്. മന്ത്രി എന്നത് മാറ്റിവെച്ചാൽ തന്നെ അതുകൊണ്ട് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് ഇക്കാര്യം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഈ വർഷം ഡിസംബറിനുള്ളിൽ തന്നെ 2 കേന്ദ്രമന്ത്രിമാരെയും വിഴിഞ്ഞം തുറമുഖത്തെത്തിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ്. വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ട്രാക്ക് റെക്കോർഡുള്ള ഒരു MP കൂടിയാണ് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വിഴിഞ്ഞത്ത് തുടങ്ങേണ്ടത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള റെയിൽവേയുടെ പങ്ക് അത് വളരെ വലുത് തന്നെയാണ്. അത് ആരംഭിക്കാനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ എല്ലാവിധ സഹകരണങ്ങളും ഇനി കേരളത്തിനുണ്ടാകും. അന്താരാഷ്ട്ര കപ്പലുകൾ വന്നുപോകേണ്ട ഈ മേഖലയിൽ വലിയ വികസന സാധ്യതകൾ തന്നെയാണുള്ളത്. ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പതിയാൻ പോകുന്ന ഒരു പ്രദേശമായി അങ്ങനെ വിഴിഞ്ഞം പോർട്ട് മാറാൻ പോകുന്നു. അതിന് ചുക്കാൻ പിടിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുമെന്ന ഉറപ്പാണ് ഇതിലൂടെ സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം, മറ്റു പരിപാടികൾ എന്തൊക്കെ എന്നുള്ളത് നിശ്ചയിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഡിസംബറിന് മുൻപായി തന്നെ 2 കേന്ദ്രമന്ത്രിമാരെയും തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കാനായി നേരിൽ കണ്ട് ആവശ്യപ്പെടാൻ പോകുന്നത്.